ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ വാണിയംകുളത്താണ്. ഈ അടുത്തായി ചെർപ്പളശ്ശേരി പെരിന്തൽമണ്ണ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഈ റൂട്ടിലൂടെയാണ് കൂടുതലും യാത്ര ചെയ്തിരുന്നത്. അപ്പൊ ശ്രദ്ധിച്ചതാണ് ഈ ഒരു ക്യൂട്ട് അട്രാക്റ്റീവ് റെസ്റ്റോ കഫേ. പേരുകൊണ്ടും വളരെ കൗതുകമായി തോന്നി. അപ്പൊ ഇതാണ് കിസ്മീസ് റെസ്റ്റോ കഫേ. ഇവിടെ കയറി വന്നപ്പോൾ നമ്മളെ ആദ്യം സ്വാഗതം ചെയ്തത് ഇവരുടെ ആ ഒരു ടെംപ്റ്റിംഗ് ഉരുളിച്ചോറിന്റെ ബോർഡും പിന്നെ ഈയിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുനാഫയുടെ ബോർഡുമാണ്. ഇത് രണ്ടും കണ്ടപ്പോഴേ വായിൽ നിന്നും വെള്ളമൂറി തുടങ്ങി. കാരണം അത്രയ്ക്കും നല്ല പ്ലീസിങ് ആൻഡ് അട്രാക്റ്റീവ് പ്രസന്റേഷൻ ആണ്. ഇവിടെ താഴെ മിഡിലായിട്ട് ഇവരുടെ ഒരു കോമൺ വാഷ്റൂം വരുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഇവരുടെ ഒരു പാർസൽ കൗണ്ടർ കം റിസപ്ഷൻ ഡെസ്കും വരുന്നുണ്ട്. ഇവിടെ തന്നെ ഇവരുടെ സ്നാക്സ് ഒക്കെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ടീ കൗണ്ടർ വരുന്നുണ്ട്, ഒരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്, പിന്നെ ഒരു ഷവർമ സ്പേസ് വരുന്നുണ്ട്. ഇവിടെ വൈകുന്നേരങ്ങളിൽ ചായ കുടിച്ച് ഇവരുടെ സ്നാക്സും ഷവർമ ഒക്കെ കഴിച്ചിരിക്കാൻ വേണ്ടി നല്ല കംഫർട്ടബിൾ സീറ്റ് അറേഞ്ച്മെന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ കിച്ചൺ വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. റെസ്റ്റോറന്റിന്റെ എക്സ്ട്രീം ലെഫ്റ്റ് സൈഡിൽ ഒരു 10-20 പേർക്ക് ഇരിക്കാനുള്ള ഒരു ചെറിയ സീറ്റിംഗ് സ്പേസ് വരുന്നുണ്ട്. ഒരു നാച്ചുറൽ ആംബിയൻസിൽ വളരെ ക്യൂട്ട് ആൻഡ് കോംഫി രീതിയിലാണ് ഇവിടുത്തെ സീറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചണിലേക്ക് ഇവിടെ നിന്നൊരു ഡോർ ഉണ്ട്, പിന്നെ ഇവർക്കായിട്ട് ഒരു വാഷ് ഏരിയ ഉണ്ട്. അപ്പൊ സ്റ്റെപ്സ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കും പ്രായമായവർക്കും ഇവിടെ ഇരിക്കാവുന്നതാണ്. കൂടുതൽ സീറ്റിംഗ് സ്പേസ് വരുന്നത് മുകളിലാണ്. അപ്പൊ നമുക്ക് എന്തായാലും മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം. കയറി വന്നപ്പോൾ ആദ്യം കാണുന്നത് ഇവരുടെ ഒരു കൂൾ ആൻഡ് ബ്യൂട്ടിഫുൾ വാഷ് ഏരിയ ആണ്. പിന്നെ ഇവിടെ പല രീതിയിലായിട്ടാണ് ഇവരുടെ കോമൺ ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് ഇവരുടെ ഒരു ലീനിയർ സ്റ്റൈലിലുള്ള കോമൺ ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ ഫാൻ സൗകര്യമുണ്ട്. അത് മാത്രമല്ല നല്ല രീതിയിൽ വെന്റിലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത് പോട്ടഡ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് നല്ല മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് 2 സ്റ്റെപ്പ് മേലെ കയറുമ്പോൾ നമ്മൾ എത്തുന്നത് ഇവരുടെ ഒരു ഫാമിലി ഡൈനിങ് സ്പേസിലേക്കാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ലോങ് ഹാള് പോലുള്ള സ്പേസിൽ ഫാമിലി അല്ലെങ്കിൽ ഗ്രൂപ്പ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടത്തേക്കും ഒരു സെപ്പറേറ്റ് റിസപ്ഷൻ കൗണ്ടർ ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നല്ല നാച്ചുറൽ ആൻഡ് എത്നിക് സ്റ്റൈലിലാണ് ഈ ഹോൾ റെസ്റ്റോറന്റ് ചെയ്തിട്ടുള്ളത്. കൂടുതലും വുഡ് സ്ട്രക്ചേഴ്സ് ആണ്. പിന്നെ നല്ലപോലെ വെന്റിലേഷൻ ഉണ്ട്. ഈ കാണുന്നത് ഇവരുടെ ഒരേ ഒരു AC ഡൈനിങ് സ്പേസ് ആയി വരുന്നത്. ഇവിടെയും ഒരു സെപ്പറേറ്റ് വാഷ് ഏരിയ വരുന്നുണ്ട്. പിന്നെ റോഡിനോട് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയ ബാൽക്കണിയും വരുന്നുണ്ട്. ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആയാലും റൂഫ്സ് ആയാലും അതേപോലെ സീറ്റ്സ് ആയാലും എല്ലാം നാച്ചുറൽ എലിമെന്റ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ റെസ്റ്റോറന്റിലുള്ളപ്പോ മൊത്തത്തിലൊരു നാച്ചുറൽ ആൻഡ് ഏർത്തി ആംബിയൻസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇദ്ദേഹമാണ് ഇവിടുത്തെ മാനേജർ മിസ്റ്റർ ഇക്ബാൽ. ഇദ്ദേഹം സംസാരിക്കുന്നത് എനിക്ക് ശരിക്കും കേൾക്കാനുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്ക് സോഫ്റ്റ് സ്പോക്കൺ ആൻഡ് ജെന്റിൽ പേഴ്സൺ ആയിരുന്നു. ഇവിടെ നിന്ന് ഇനിയും 2 സ്റ്റെപ്പ് മേലെ കയറിയാൽ ഇവരുടെ റോഡ് സൈഡ് വ്യൂ കിട്ടുന്ന ഒരു ബാൽക്കണി സീറ്റിംഗ് ഏരിയ ആണ് ഈ കാണുന്നത്. അപ്പൊ ഈ ഒരു സ്പേസ് ആണ് ഇവരുടെ ഹൈയസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്. ഇവിടുന്ന് ബാക്കി എല്ലാ ഡൈനിങ് സ്പേസിലേക്കും നല്ലൊരു വ്യൂ ആണ്. നമുക്ക് ഇവരുടെ തൊട്ടപ്പുറത്തുള്ള പാർക്കിംഗ് സ്പേസ് പോലും കാണാം. അപ്പൊ ഇവരുടെ ആംബിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊളിയാണ്. ഇനി നമുക്ക് ഇവരുടെ ഫുഡിനെ കുറിച്ചാണ് അറിയേണ്ടത്. അതിന് നമുക്ക് ഇവിടെ ഇരുന്ന് ഇവരുടെ മെനു നോക്കാം. മെനു കണ്ടപ്പോ ഇവരുടെ ആംബിയൻസിലുള്ളത് പോലെ ഇവരുടെ ഫുഡിലും നല്ല ഗംഭീര വെറൈറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതും നല്ല അഫോർഡബിൾ റേറ്റ്സ് ആണ്. നമ്മൾ കുറച്ച് സെലക്റ്റീവ് ആയിട്ട് ഓർഡർ ചെയ്ത് അധികം വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. അപ്പോഴത്തേക്കും എത്തി ഈ ഒരു കിഡിലൻ സിസ്ലർ ഐറ്റം. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു ക്രാക്ലിംഗ് സ്റ്റാർട്ടർ ഐറ്റം, ഇവരുടെ പുളിയിഞ്ചി ചിക്കൻ. ഇതൊരു സിസ്ലർ ആയിട്ട് സെർവ് ചെയ്യുന്നത് കൊണ്ടാണ് തോന്നുന്നു ഭയങ്കര ടെംപ്റ്റിംഗ് ആയി ഫീൽ ചെയ്തു. പിന്നെ ഈ ഒരു മാരിനേഷനിൽ ചിക്കൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും അധികം ചൂടാറുന്നതിന് മുമ്പ് ഇതൊന്ന് കഴിച്ചു നോക്കണമെന്ന് തോന്നി. അപ്പൊ ഒരു ചെറിയ കഷ്ണം ട്രൈ ചെയ്തു. ഓഫ്, മനുഷ്യന്റെ അണ്ടകടാഹം പൊള്ളിപ്പോയി മോനെ. ടേസ്റ്റ് കാരണം തുപ്പാനും തോന്നിയില്ല, ചൂട് കാരണം ഇറക്കാനും പറ്റിയില്ല. കണ്ണെന്നൊക്കെ ആനന്ദാശ്രു വന്നു തുടങ്ങി. കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് സിസ്ലറിന്റെ ചൂടൊക്കെ കെട്ടിയടങ്ങിയപ്പോ ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കി. അടിപൊളി ഫ്ലേവറാണ്. ശരിക്കും നമ്മൾ ഇഞ്ചംപുളിയുടെ അതേ മാരിനേഷൻ, നല്ല ജ്യൂസി ഫ്രൈഡ് ചിക്കൻ. നിങ്ങളൊരു ചിക്കൻ ലവർ ആണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ സ്റ്റാർട്ടർ ഐറ്റം ആണ്. ദേ വരുന്നു അടുത്ത കിഡിലൻ ഐറ്റം. ഇവിടുത്തെ പ്രസന്റേഷൻ ഒരു രക്ഷയുമില്ല. അപ്പൊ ഇതാണ് ഇവരുടെ ബുള്ളറ്റ് ഷോട്ട് ചിക്കൻ. ഇതിന്റെ ഇൻസ്പയർഡ് വേർഷൻസ് പലയിടത്തും കണ്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും മനോഹരമായിട്ട് തോന്നിയത് ഇവിടെയാണ്. നല്ലൊരു അട്രാക്റ്റീവ് പ്രസന്റേഷനിൽ മിന്റ് ലീവ്സ് ഒക്കെ വെച്ച് നല്ല കളർഫുൾ ഐറ്റം ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ബുള്ളറ്റ് ഷോട്ട് ആ ഡിപ്പിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്.
ഉപ്സ്, നല്ല സ്ട്രോങ് ബൈറ്റ് ആയത് കൊണ്ടാണ് തോന്നുന്നു ഉള്ളിലുള്ള ചീസ് താഴെ കൂടെ കയ്യിലേക്ക് യൂസ് ചെയ്ത് വീണു. നല്ലൊരു കിഡിലൻ ക്രം ഫ്രൈഡ് ചിക്കൻ സ്റ്റാർട്ടർ തന്നെയാണ്. ഉള്ളിൽ ചീസിന്റെ ഫില്ലിംഗ് വരുന്നുണ്ട്. ഇതിന്റെ കൂടെ ഉള്ളത് 1000 ഐലൻഡ് ഡിപ്പാന്ന് തോന്നുന്നു. ഇതും ഒരു മസ്റ്റ് സ്റ്റാർട്ടർ തന്നെയാണ്. പെട്ടെന്ന് തന്നെ 2 ഫ്രേഗ്രന്റ് അരോമ വരുന്ന കിഡിലൻ സംഭവങ്ങൾ വന്നു. ആ അരോമ കിട്ടിയപ്പോ ഇപ്പൊ തന്നെ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ടെംപ്റ്റേഷൻ കൊണ്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു കിഡിലൻ പാൽ പൊറോട്ട. ഭയങ്കര ടെംപ്റ്റിംഗ് ഗാർണിഷിംഗ്. ഇതെല്ലാം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉഫ്, അടിപൊളി സൂപ്പർ പാൽ പൊറോട്ട മോനെ. ഈ ഒരു സ്പെഷ്യൽ ബീഫ് മസാല തന്നെയാണ് ഇതിലത്തെ മെയിൻ ഹൈലൈറ്റ്. ഒരു രക്ഷയില്ല, ഭയങ്കര ഫ്ലേവർ. നട്ട്സും മൊരിഞ്ഞുള്ളിയൊക്കെ ആയിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഈ പാൽ പൊറോട്ടയും കൂടി ആയപ്പോ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ. കഴിച്ചിട്ടും മതിയായില്ല, അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു. ഇനി ബീഫ് താല്പര്യമില്ലാത്തവർക്ക് ഇതിൽ ചിക്കനും പ്രോൺസും ഓപ്ഷൻ വരുന്നുണ്ട്. ഇതൊരു മസ്റ്റ് ഐറ്റം തന്നെയാണ് ഇവരുടെ പാൽ പൊറോട്ട. തേങ്ങാപ്പാലിൽ മുക്കിയ 2 പൊറോട്ടയാണ് വരുന്നത്. അതിന്റെ ഇടയിലും വരുന്നുണ്ട്, മേലും വരുന്നുണ്ട് ഫില്ലിംഗ്. ഞാൻ വെറുതെ പറയുകയല്ല, ഈ അടുത്ത് കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല പാൽ പൊറോട്ട ഇത് തന്നെയാണ്. പിന്നെ വന്നത് മറ്റൊരു കിഡിലൻ പ്രസന്റേഷനിലുള്ള ഐറ്റം ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ ചീസ് പൊറോട്ട. ഇതുവരെ എവിടെ നിന്നും കഴിച്ചിട്ട് തന്നെ ഇല്ല ഇങ്ങനത്തെ ഒരു ഐറ്റം. എന്തൊരു കളർഫുൾ ആൻഡ് ഇന്നോവേറ്റീവ് രീതിയിലാണ് ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. നമുക്ക് എന്തായാലും ഇതിൽ നിന്നൊരു ബൈറ്റ് എടുക്കാം. ആഹാ, കൊള്ളാം. ഇതിന്റെ പേരിലുള്ളത് പോലെ ചീസ് മാത്രമല്ല കേട്ടോ, ഇതിന്റെ കൂടെ മുട്ടയും ചിക്കനും വരുന്നുണ്ട്. ഇതെല്ലാത്തിന്റെയും കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ റോളാണ്. പിന്നെ വന്നത് ഇവരുടെ ഉരുളിച്ചോറാണ്. അതിന്റെ കൂടെ പായസം ഉണ്ട്, രസമുണ്ട്, മോരുണ്ട്, സാമ്പാറും ഉണ്ട്. ഇവരുടെ ഉരുളിച്ചോറ് കഴിക്കുന്നതിന് മുമ്പ് വേറൊരു ഇടിവെട്ട് സംഭവം കഴിക്കാണ്ട് മോനെ. നേരത്തെ വന്ന പള്ളിച്ചോറാണിത്. ഇതും എന്തൊരു ടെംപ്റ്റിംഗ് പ്രസന്റേഷൻ ആണ്. പ്രസന്റേഷൻ മാത്രമല്ല, ഇതിൽ നിന്നും ആ ആവി പറക്കുന്ന ഒരു അരോമ, ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് നല്ല ബീഫ് റോസ്റ്റ് ആണ്. പിന്നെ പപ്പടം ഉണ്ട്, പിന്നെ തക്കാളിയുടെയും ഉള്ളിയുടെയും ഒരു സ്പൈസി സാലഡ് ഉണ്ട്, പിന്നെ ഒരു ഫ്ലേവേർഡ് ചോറാണ് ഇതിലുള്ളത്, പിന്നെ മധുരമുള്ള ഒരു അച്ചാറും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കിഡിലൻ പള്ളിച്ചോറാണ്, അതായത് നെയ്ച്ചോറില് ബീഫ് റോസ്റ്റും കൂടി മിക്സ് ചെയ്ത് അതിന്റെ കൂടെ ഈന്തപ്പഴച്ചാറും നല്ല സ്പൈസി സാലഡും കൂടി ആയപ്പോ ഗംഭീരായിരുന്നു. പിന്നെ വന്നത് ഇവരുടെ ഒരു ഫിഷ് ഫ്രൈ ആണ്. ഇത് ഫിഷ് തവ ഫ്രൈ ആണ്. ആസ് പെർ സൈസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെയും പ്രസന്റേഷൻ വളരെ ടെംപ്റ്റിംഗ് ആയിരുന്നു. അതായത് ഒരു സ്പെഷ്യൽ മാരിനേഷൻ വരുന്നുണ്ട്. നല്ല കഴമ്പുള്ള മീനാണ്. പിന്നെ ഇതിന്റെ കൂടെ ഇവരുടെ സ്പൈസി റോമാങ്കോ സാലഡും വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒരു പിടിപിടിച്ച് നോക്കാം. കൊള്ളാം, നല്ല ഫ്രഷ് മീനാണ്. ആദ്യമായിട്ടാണ് ഈ മീൻ കഴിക്കുന്നത്. അധികം സ്പൈസി അല്ലാത്തൊരു എരുംപുളി മാരിനേഷൻ ആണ്. അടുത്തത് നമുക്ക് ഇവരുടെ ഉരുളിച്ചോറിലേക്ക് വരാം. ഇതിൽ മുട്ടയുണ്ട്, ചമ്മന്തി ഉണ്ട്, പ്രോൺസ് ഫ്രൈ ഉണ്ട്, അയല ഫ്രൈ ഉണ്ട്, കൊണ്ടാട്ടമുളക് ഉണ്ട്, അവിയലുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, തോരനുണ്ട്, പച്ചടി ഉണ്ട്, മാങ്ങാച്ചാറുണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടെന്നാണ് പറഞ്ഞത്, അത് കാണാനില്ല. പിന്നെ മീൻകറി ഉണ്ട്, പിന്നെ ഒരു വെജിറ്റബിൾ കൂട്ടുകറി ഉണ്ട്. പിന്നെ ഇതിന്റെ കൂടെ പപ്പടം വരുന്നുണ്ട്. തീർന്നില്ല, പിന്നെ കോംപ്ലിമെന്ററി സാമ്പാർ വരുന്നുണ്ട്, രസം വരുന്നുണ്ട്, മോര് വരുന്നുണ്ട്, പിന്നെ ഉരുളിച്ചോറിന്റെ ഒപ്പം ഒരു പായസം വരുന്നുണ്ട്. 270 രൂപയ്ക്ക് ഇതിൽ പരം എന്ത് വേണം. അപ്പൊ നമുക്കിനി ചോറിന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനാദ്യം തന്നെ കുറച്ച് വെജിറ്റബിൾ കൂട്ടുകറി എടുത്തിടാം, കുറച്ച് ആ ചമ്മന്തി എടുത്തിടാം, പിന്നെ ആ ചെമ്മീന്റെ വാല് പൊട്ടിച്ച് ഒരു ചെമ്മീൻ കഷ്ണം എടുത്തിടാം, പിന്നെ ഇവരുടെ ഫ്രഷ് അയല തവ ഫ്രൈന്ന് കുറച്ചെടുത്തിടാം, പിന്നെ അവിയല് കുറച്ചെടുത്തിടാം, പിന്നെ ഇവരുടെ ചിക്കൻ ഫ്രൈയിൽ നിന്നും കുറച്ചെടുത്തിടാം, പിന്നെ ഇവരുടെ ക്യാബേജ് തോരൻ കുറച്ചെടുത്തിടാം, പിന്നെ പച്ചടിയിൽ നിന്നും കുറച്ചെടുത്തിടാം, മാങ്ങാച്ചാറിൽ നിന്നും കുറച്ചെടുത്തിടാം, ബീഫ് റോസ്റ്റിൽ നിന്ന് കുറച്ചെടുത്തിടാം, പിന്നെ ഇവരുടെ മീൻ കറിയിലത്തെ കേരമീനാന്ന് തോന്നുന്നു, അതൊന്ന് കുറച്ചെടുത്തിടാം, പിന്നെ ഇവരുടെ ഓംലെറ്റിൽ നിന്ന് കുറച്ചെടുത്തിടാം. ഇനി പപ്പടം കുറച്ച് പൊട്ടിച്ചിടാം. എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് നമുക്കൊരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ലൊരു ഹോൾസം ഊണാണ്. അതായത് എല്ലാത്തിന്റെ ആ കമ്പൈൻ ടേസ്റ്റ് അടിപൊളിയാണ്. ഒരുവിധം എല്ലാ ഐറ്റംസ് ഉള്ള സൂപ്പർ ഊണ്. ഇതിന്റെ കൂടെ തരുന്ന ആ രസം നമുക്ക് കുറച്ച് കയ്യിലെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, നല്ല ചൊടിയുള്ള രസമാണ്. നേരത്തെ ഒരു സാമ്പാർ ഒഴിച്ചിരുന്നില്ല, അപ്പൊ നമുക്ക് അതിൽ നിന്നും കുറച്ച് കഷ്ണങ്ങൾ എടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല വലിയ കഷ്ണങ്ങളാണ്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉള്ള സാമ്പാറാണ്. ഇനി ഇതിന്റെ കൂടെ വരുന്ന പായസം ഒന്ന് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സേമിയ പായസമാണ്. ഇത്രയും നല്ല ഭക്ഷണത്തിന് ശേഷം ഇവരുടെ ഈ ഒരു ഡെസേർട്ട് ഓർഡർ ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് നഷ്ടം. അപ്പൊ ഇതാണ് ഈ അടുത്ത് ലോഞ്ച് ചെയ്ത ക്രീം ചീസ് കുനാഫ. നല്ല ടെംപ്റ്റിംഗ് പ്രസന്റേഷൻ. ഈ ഒരു റേറ്റിന് വെർത്ത് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് ആ സിറപ്പ് ഒഴിച്ച് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
സത്യത്തിൽ ഇത് എനിക്ക് മാത്രം കഴിക്കാനുള്ളത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും കുറച്ച് സ്പൂണിൽ എടുത്തൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല കിടിലൻ ക്രിസ്പി കുനാഫ. ഉള്ളിൽ ചീസ് ഓവർലോഡ് ഒന്നല്ല, അത്യാവശ്യത്തിന് ക്രീം ചീസ് ഉള്ള ഒരു നല്ല കിടിലൻ കുനാഫ. ആദ്യമായിട്ടാണ് ഒരു റെസ്റ്റോറന്റിൽ വന്നിട്ട് ഇത്രയധികം ഫുഡ് കഴിച്ചിട്ട് ഒരേ ഒരു ബേവറേജ് ഓർഡർ ചെയ്തത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടുത്തെ ഫുഡൊക്കെ ഗംഭീര ടേസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് കുടിക്കാൻ തോന്നിയില്ല ഒന്നും. അപ്പൊ ഇതാണ് ഇവരുടെ ഓറഞ്ച് ഷർബത്ത് മോക്ടെയിൽ. ഒരു ഡിഫറെന്റ് ഐറ്റം ആയിരുന്നു, നല്ല തേഴ്സ്റ്റ് ക്വെൻച്ചിങ് ചിൽഡ് മോക്ടെയിൽ ആയിരുന്നു. ലാസ്റ്റ് ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതുണ്ടെങ്കിൽ വേറൊന്നും വേണ്ടാന്ന് മാനേജർ പറഞ്ഞതാണ്. അതിനി പോരാണ്ട് വരുമോ എന്ന് വിചാരിച്ചാണ് ഇവരുടെ മോക്ടെയിൽ ഓർഡർ ചെയ്തത്. ദേ വന്നു മോനെ ആ ക്ലൈമാക്സ് ഐറ്റം. ഇതാണ് ഇവരുടെ വാട്ടർമെലൺ ബോട്ട്. ഈ ബോട്ടിൽ മുങ്ങിപ്പോയാലും കുഴപ്പമില്ലാന്ന് തോന്നി, അത്രയ്ക്കും കളർഫുൾ ആൻഡ് ടെംപ്റ്റിംഗ് ബോട്ടാണ്. ഈ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു ബോട്ട് എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ഇത് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറച്ച് കഴിച്ചു തുടങ്ങാം. കിരൺ വാട്ടർമെലന്റെ ഒരു ഹാഫ് പീസ് എടുത്ത് അതിലുള്ള കഷ്ണങ്ങളൊക്കെ പുറത്ത് വെച്ച് അതിലേക്ക് 5-6 സ്കൂപ്സ് ഐസ്ക്രീം ഫില്ല് ചെയ്ത് അതിന്റെ കൂടെ കട്ട് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും വേഫേഴ്സും ചോക്കോസും അങ്ങനെ എല്ലാം അടങ്ങിയ ഒരു കിടിലൻ കളർഫുൾ ഐസ്ക്രീം സൺഡേ ആണ്. ഇതിൽ കിവി, സ്ട്രോബെറി പോലെയുള്ള എക്സോട്ടിക് ഫ്രൂട്ട്സും ഉണ്ട്. പിന്നെ ഇതിൽ ഏതൊക്കെ ഫ്ലേവർ ഐസ്ക്രീംസ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് പിസ്ത കിട്ടിയിരുന്നു. പിന്നെ ഈ വേഫേഴ്സ് ഒക്കെ ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. വേഫേഴ്സും പല ഫ്ലേവേഴ്സിലുള്ള വേഫർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതെടുത്ത് നോക്കിയപ്പോ ബ്ലാക്ക് കറന്റ് അല്ലെങ്കിൽ ബ്ലൂബെറി പോലുള്ള ഒരു ഐസ്ക്രീം സ്കൂപ്പ് കണ്ടു. അപ്പൊ അത് നമുക്ക് ആ സ്ട്രോബെറി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ഇതുവരെ കഴിക്കാത്തൊരു ഫ്ലേവർ ആയിട്ടാണ് തോന്നുന്നത്, ഒരു ബ്ലാക്ക് കറന്റ് ഫ്ലേവർ ആണെന്ന് തോന്നുന്നു. എനിക്കിഷ്ടമുള്ള ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ ടൂട്ടി ഫ്രൂട്ടിയും പലതരം നട്ട്സും ഒക്കെ ഉണ്ട്. നല്ലൊരു ഹോൾസം ഡെസേർട്ട് തന്നെയാണ്. കുറച്ചും കൂടി ഡിഗ് ചെയ്തപ്പോ മാംഗോ അല്ലെങ്കിൽ ബട്ടർ സ്കോച്ചിന്റെ ഫ്ലേവർ കിട്ടി. പിന്നെ വേറെ സൈഡിൽ ഡിഗ് ചെയ്തപ്പോ വാനില ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡിഗ് ചെയ്തപ്പോ സ്ട്രോബെറി ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ കട്ട് ഫ്രൂട്ട്സും ഉണ്ട്. ഇനി ഇതിൽ ഡിഗ് ചെയ്യാത്ത ഒരു സ്ഥലവും ബാക്കിയില്ല. ശരിക്കും പറഞ്ഞാൽ 3-4 പേർക്ക് കഴിക്കാവുന്ന ഒരു ഡെസേർട്ട് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അവസാനം ഈ സ്ട്രോ വെച്ച് കുടിച്ചു നോക്കിയപ്പോ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു യുണീക് ഫ്ലേവർ ആണ് കിട്ടിയത്. അപ്പൊ ഇന്നത്തെ ഒരു കിഡിലോൽസ്കി ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. ഇത്രയും നാച്ചുറൽ ഫ്ലേവേഴ്സ് ഉള്ള നല്ല ടേസ്റ്റി ഫുഡ് ഇപ്പൊ അടുത്തൊന്നും ഇവിടുന്ന് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോവാൻ തോന്നിയേ ഇല്ല. ടേസ്റ്റ് മാത്രമല്ല, ഇതിന്റെ ക്വാളിറ്റി ആയാലും അതേപോലെ ഈ ഒരു റേറ്റിന് തരുന്ന ക്വാണ്ടിറ്റി നല്ല പെർഫെക്റ്റ് ക്വാണ്ടിറ്റിയാണ്. ഷോ എവിടെ നോക്കിയാലും ടെംപ്റ്റിംഗ് ഫുഡാണ്. ഇവരുടെ 4 മണി പലഹാരങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വയറില്ല. പിന്നെ ഇവിടെ അട്രാക്റ്റീവായി തോന്നിയത് ഇവരുടെ ഈ ഫ്ലേവേർഡ് ടീ ആണ്. ഇപ്പത്തെ കല്യാണങ്ങൾക്കൊക്കെ പോയ റെഗുലർ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ്. കുറച്ചൊന്ന് ഉഷാറ് കിട്ടാൻ മാനേജർ ഇക്ബാൽ ഭായ് സജസ്റ്റ് ചെയ്തതാണ് ഇവരുടെ സ്പെഷ്യൽ ടീ. വെറും 12 രൂപയുള്ള ബൂസ്റ്റ് ഒക്കെ വെതറിയിട്ടുള്ള ഏലക്കായി കിട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ ടീ ആണ്. ശരിക്കും എനർജി ബൂസ്റ്റപ്പ് ആയി. അപ്പൊ എന്നാ ഇവരുടെ ഈ കളേർഡ് ടീയും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് 2 ഡിഫറെന്റ് കളറിലുള്ള ടീ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആദ്യം ട്രൈ ചെയ്ത് നോക്കി ഇവരുടെ പൈനാപ്പിൾ ടീ ആണ്. ശരിക്കും ആ നാച്ചുറൽ പൈനാപ്പിളിന്റെ ഫ്ലേവർ വരുന്നുണ്ടായിരുന്നു. പിന്നെ ട്രൈ ചെയ്ത് നോക്കിയത് ഇവരുടെ ഗ്രേപ്പ് ടീ ആണ്. ഇതിനും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. ആ ഒരു പുളിയുള്ള ഗ്രേപ്പിന്റെ ഒരു ഫ്ലേവർ ഉണ്ട്. ഇവരുടെ ഷവർമയും റെഡി ആയി വരുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഉള്ള കൺട്രോളും കൂടി പോവും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഇതിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്ന് കഴിച്ചാലും വേണ്ടില്ല, ഇവിടെ വന്ന് കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല, അത്രയ്ക്കും വെറൈറ്റി ഫുഡുകളാണ്. എനിക്ക് ഇവരുടെ ആംബിയൻസും ഹോസ്പിറ്റാലിറ്റിയും സർവീസും ഫുഡും ഒക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ പാർക്കിങ്ങിനെ കുറിച്ച് ആലോചിച്ചും ടെൻഷൻ അടിക്കണ്ട, നമുക്ക് റോഡ് സൈഡിലും പാർക്ക് ചെയ്യാം. പിന്നെ ഇവർക്കായിട്ട് ഡെഡിക്കേറ്റഡ് പാർക്കിംഗ് ഉണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.